പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശന് അബിയെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ആദർശിനെ ജയിലിലാക്കിയതിന് പിന്നിൽ ആരോ ഉണ്ട്. ആരോ മനഃപൂർവ്വം ആദർശിനെ കുടുക്കിയതാണ്. ആദർശിനെ ജയിലിലാക്കിയതിന് പിന്നിൽ അബിയാണോ? അബിക്ക് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. തെറ്റ് ചെയ്തത് അബിയാണെങ്കിൽ ഒരു നിമിഷം പോലും അബിയോടെ നിർത്തരുത്. എന്തായാലും അവരെ ഒന്ന് നിരീക്ഷിക്കണം. അവരുടെ കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ഇക്കാര്യം ദേവയാനിയോടും നയനിയോടും സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ സത്യമാണ്. എനിക്ക് അബിയെയും ജലജയും നല്ല സംശയമുണ്ട്. കുറച്ച് ദിവസമായി ജലജയ്ക്കും അബിക്കും ഒന്നും തുറന്ന് സംസാരിക്കുന്നില്ല. അവർക്ക് എന്തൊക്കെയോ കള്ളത്തരമുള്ളതുപോലെ. എന്നാൽ ആദർശ് ജയിലിലായതിനു ശേഷം അവർക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് എന്തൊക്കെയോ നേടിയൊരു ഭാവമാണ്. കുറച്ച് ദിവസമായി ഞാനും അത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ദേവയാനി. അബിയെ എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ അവരുടെ കള്ളത്തിന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാനേയും പറയുന്നുണ്ട്. മുത്തശ്ശനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് മോളെ. എന്തായാലും ഉടനെ തന്നെ അവരാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ജലജിയുടെ അബിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ആദർശ് ജയിലിലായ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അവനെ ജയിലിലാക്കാൻ കാരണമായവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ആദർശിനെ കുടുക്കിയതിന് പിന്നിൽ നീയും ജലജിയും ഒന്നും ഇല്ലല്ലോ അബി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. ആ സമയം അബിയാണെങ്കിൽ കരച്ചിൽ അഭിനയിച്ചു കൊണ്ട് പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി പറയുന്നത്? എൻ്റെ ഏട്ടനാണ് ആദർശേട്ടൻ. ആദർശേട്ടനെ ജയിലിലാക്കാൻ ഞാൻ നോക്കുമോ? എന്നാലും മുത്തശ്ശൻ എങ്ങനെ പറയുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ അഭിനയിക്കുന്നുണ്ട് അബി. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നീയും ജലജയും ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അച്ഛന് തോന്നുന്നതാണെന്ന് ജലജയും പറയുന്നുണ്ട്. ആ സമയത്ത് ജലജയുടെ അബിയുടെ മുഖഭാവം മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ കള്ളം പറഞ്ഞതാണെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുകയാണ്. എന്തായാലും ശരി, ഞാൻ എന്തായാലും പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വാതിലിന് പിറകിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അബി ആ സമയം ജലജിയോട് പറയുന്നുണ്ട്, ആ കളവിന് നമ്മളെ നല്ല സംശയമുണ്ട്. നമ്മളാണ് ആദർശേട്ടനെ ഈ അവസ്ഥയിലാക്കിയതെന്ന് അയാൾക്കറിയില്ലല്ലോ. ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് അവർക്ക് ഇത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനി ആ കളവൻ്റെ കൊച്ചുമകൻ എന്നും ജയിലിൽ തന്നെ കിടക്കും. AM ജ്വല്ലറിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വേറെയും കേസുകൾ അയാൾക്കെതിരെ ചുമത്താനാണ് AM ജ്വല്ലറി തീരുമാനിച്ചിട്ടുള്ളത്. AM ജ്വല്ലറിയെ വെച്ച് മൂർത്തിസ് ജ്വല്ലറിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. മൂർത്തിസ് ജ്വല്ലറി തകർന്നാൽ പിന്നെ അനന്തപുരി ഇല്ല. നവ്യ AM ജ്വല്ലറി മോഡലാകുമ്പോൾ മൂർത്തിസ് ജ്വല്ലറി ഒരിക്കലും ആരും വിശ്വസിക്കില്ല. മൂർത്തിസ് ജ്വല്ലറിയിലെ ഒരാൾ തന്നെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ഒരിക്കലും മൂർത്തിസ് ജ്വല്ലറിക്ക് വിജയമുണ്ടാകില്ല. പിന്നെ AM ജ്വല്ലറി വളരാൻ തുടങ്ങും എന്നൊക്കെ അബി പറയുകയാണ്. അവർ സംസാരിക്കുന്നത് മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം മുത്തശ്ശൻ അവരുടെ അടുത്തേക്ക് ചെല്ലാതെ ആദർശ് വരുന്നത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും തൻ്റെ ധാരണ തെറ്റിയില്ല. ഇവൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഇനി ഒരിക്കലും അബിയെ ജലജയെ ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല. AM ജ്വല്ലറി വെച്ച് മൂർത്തിസ് ജ്വല്ലറി അവൻ നശിപ്പിക്കും. മൂർത്തിസ് ജ്വല്ലറിക്ക് മാത്രമല്ല, അനന്തപുരിയുടെ അടിവേരിളക്കാൻ അവതാരമെടുത്തവരാണ് ആ ജലജയും അബിയും. എന്തായാലും അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയെ അനന്തപുരിയെ രക്ഷിക്കണം എന്ന് ഉറച്ച തീരുമാനം മുത്തശ്ശൻ എടുക്കുകയാണ്.